നരേന്ദ്രഭീതിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ മന്ത്രി മുഹമ്മദ് റിയാസ്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സംസ്ഥാനമാകെ പ്രതിഷേധം ഉയരണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇരുവരെയും ജയിലിലടച്ചതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ജയിലിലായത് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു. മതപരിവർത്തനം ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമായിട്ടും സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ കന്യാസ്ത്രീകളെ ബജ്രംഗ് ദളിന് എറിഞ്ഞുകൊടുത്തു. ആ ഉദ്യോഗസ്ഥർക്ക് നേരെ കർശന നടപടി വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. 2014 BJP അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ മതപുരോഹിതർക്ക് നേരെയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ആക്രമണം വർദ്ധിക്കുകയാണ്. നരേന്ദ്രമോദിയല്ല, നരേന്ദ്രഭീതിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. കേക്ക് കൊടുത്ത് സന്ധി സംഭാഷണത്തിന് പോകുന്നവരുടെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ ആരൊക്കെയാണ് ശത്രുക്കളെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം അതിക്രമങ്ങൾ നടക്കാത്ത ഒരേയൊരു സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം മാത്രമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയുടെ സംഭവ സമയത്തെ പ്രതികരണം നിർണായകമാവുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് തങ്ങൾ പോയതെന്നും ആരുടെയും നിർബന്ധം ഉണ്ടായിട്ടില്ലെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. ജൂലൈ 25-നാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണിവർ. ഇരുവരും ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. അതേസമയം കന്യാസ്ത്രീകൾ നടത്തിയത് മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ അല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയുമായി 3 തവണ സംസാരിച്ചു. കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാകുന്നവരെ ഒപ്പമുണ്ടാകും. നീതിക്കെതിരായ ഏത് ആക്രമണത്തെയും അപലപിക്കുന്നു. കോൺഗ്രസ് മുതലെടുപ്പ് നടത്തുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കന്യാസ്ത്രീകൾക്ക് നേരെ ഉയർന്ന ആരോപണം ശരിയല്ലെന്നും തെറ്റിദ്ധാരണയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തന നിയമമുണ്ട്. ആ നിയമം പാസാക്കിയത് കോൺഗ്രസ് ആണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.